റിപ്പോർട്ട് ബ്രേക്കിംഗ്. പാലക്കാട്ടെ പ്രമുഖ CPM BJP നേതാക്കളെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസ് നീക്കങ്ങൾ സജീവം. വിസ്മയങ്ങളാണോ? CPM മുതിർന്ന നേതാവ് PK ശശിയെ തന്നെ കോൺഗ്രസിലെത്തിക്കാനാണ് ഒരു ശ്രമം. PK ശശി എത്തിയാൽ ഷൊർണൂരോ ഒറ്റപ്പാലത്തോ മത്സരിപ്പിക്കാനാണ് കണക്കുകൂട്ടൽ. BJP നേതാവ് പ്രമീള ശശിധരനെ പാർട്ടിയിലെത്തിക്കാനും ശ്രമമുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയ്ക്കിടെ പാലക്കാട് വെച്ച് പ്രമുഖ CPM BJP നേതാക്കൾ കോൺഗ്രസിൽ ചേരുമെന്നാണ് സൂചന. VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന സുരേഷിനെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് പുതിയ നീക്കങ്ങൾ. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഗുഡ് മോർണിംഗ് ഇക്ബാൽ. വിസ്മയങ്ങളുടെ വസന്തമാണോ പാലക്കാട്ട് കോൺഗ്രസ് തീർക്കാൻ പോകുന്നത്? പണ്ട് ഇതേപോലെ തെരഞ്ഞെടുപ്പിന്റെ വേളയിലാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ചത്. വിസ്മയത്തിന്റെ ഭാഗമായി ചില ആളുകളെയൊക്കെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കം തുടങ്ങിയിരുന്നു. ഇപ്പോൾ പാലക്കാട്ട് എത്തുമ്പോൾ സുരേഷ് കോൺഗ്രസിലേക്ക് എത്തുമോ? PK ശശി എത്തിക്കാനുള്ള ശ്രമമുണ്ടോ? കൂടുതൽ വിസ്മയങ്ങൾ ഉണ്ടാവുമോ ഇക്ബാൽ? അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപ് വാര്യരയിലൂടെ തുടങ്ങിയിട്ടുള്ള ഈ വിസ്മയം അത് കോൺഗ്രസിനൊട്ടും നിരാശയുണ്ടാക്കില്ല. കോൺഗ്രസിന് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പാലക്കാട് ഇത്തരത്തിൽ പല വിസ്മയങ്ങളും പല പ്രാദേശികമായിട്ടുള്ള മേഖലകളിലും നടന്നിരുന്നു. കൊഴിഞ്ഞാമ്പാറയിലും വടക്കഞ്ചേരിയിലും എല്ലാം ഇത്തരത്തിലുള്ള വിസ്മയങ്ങൾ വരികയും CPM-ലെ അസംതൃപ്തരെ കൂടെ കൂട്ടിക്കൊണ്ട് കോൺഗ്രസ് വലിയ വിജയങ്ങൾ നേടുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പാലക്കാട് അത്തരത്തിലുള്ള വിസ്മയങ്ങളിലൂടെ വലിയ വിജയങ്ങൾ, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള നീക്കത്തിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്. ഇന്നലെ വന്നത് VS അച്യുതാനന്ദന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള PA ആയിട്ടുള്ള സുരേഷിനെ പാർട്ടിയിലേക്ക് എത്തിച്ച മലമ്പുഴയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്താൻ ലക്ഷ്യം വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴിതാ PK ശശി പോലുള്ള CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവിനെ തന്നെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ച് മത്സരിപ്പിച്ച് കോൺഗ്രസിന് ഒരു വിജയം ഉണ്ടാക്കാനുള്ള നീക്കത്തിലേക്ക് കൂടി കോൺഗ്രസ് നേതാക്കൾ കടക്കുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. PK ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നേതാക്കൾ. PK ശശി കോൺഗ്രസിലേക്ക് എത്തിയാൽ ഷൊർണൂരോ ഒറ്റപ്പാലത്തോ മത്സരിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. മാത്രമല്ല BJP-യിൽ നിന്നും പ്രമുഖ നേതാക്കളെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ച് മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. BJP-യുടെ പാലക്കാട് നഗരസഭ ഭരിച്ചിരുന്ന സമയത്ത് BJP-യുടെ ചെയർപേഴ്സൺ ആയിരുന്ന പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ സജീവമായി തുടരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം CPM-ലെ അസംതൃപ്തരെ എല്ലാം കൂടെ നിർത്തിക്കൊണ്ട് അതൊരു മുന്നണിയാക്കി മാറ്റിക്കൊണ്ടുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കാൻ CPM വിമതർ ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി എന്ന രീതിയിലുള്ള ഒരു പുതിയ പാർട്ടി തന്നെ രൂപീകരിച്ച് അവർ കോൺഗ്രസുമായി സഹകരിച്ച് പലയിടങ്ങളിലും മത്സരിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ PK ശശി, A സുരേഷ് പോലെ CPM നേതാക്കളുമായി അല്ലെങ്കിൽ CPM നേതൃത്വമായി കലയിച്ചു നിൽക്കുന്ന ഒരുപിടി ആളുകളെ ഒരുമിച്ച് നിർത്തുക, അവരെ പിന്നീട് കോൺഗ്രസിന്റെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് മത്സരിപ്പിച്ച വലിയ നേട്ടങ്ങൾ കോൺഗ്രസിനും UDF-നും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര അത് പാലക്കാട്ടേക്ക് എത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വിസ്മയങ്ങൾ ഉണ്ടാവും. ഏതായാലും വലിയ നേട്ടങ്ങൾ നമുക്ക് കാത്തിരിക്കാം. പാലക്കാട്ട് ഇക്ബാൽ പറഞ്ഞതുപോലെ പുതുയുഗ യാത്ര എത്തുമ്പോൾ PK ശശി കോൺഗ്രസിൽ വരുമോ എന്നുള്ളതാണ്. പോകാനുള്ള സാധ്യതയുണ്ടോ? പറയാൻ പറ്റില്ല. ചർച്ചകളും ഒക്കെ സജീവമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ ചർച്ചയുണ്ട്. PK ശശിയുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ എങ്കിലും അങ്ങനെ ശ്രമം കോൺഗ്രസിനുള്ളിൽ നടക്കുന്നു. സുരേഷിന്റെ കാര്യത്തിൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ത് ചർച്ച നടന്നു എന്നുള്ളത് സന്ദീപ് വാര്യരോ മറ്റോ ആണെന്ന് തോന്നുന്നു ചർച്ച നടത്തിയത്, അറിയില്ല. പക്ഷേ സംസ്ഥാന തലത്തിലുള്ള ചില നേതാക്കൾ തന്നെ സംസാരിച്ചു എന്നാണ് സുരേഷും പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിസ്മയങ്ങൾ ഉണ്ടാവുമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം.